കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക അവർ പുറത്തുവിട്ടത്. അതിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയാണ് നേതൃത്വം നിർത്തിയിരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ തന്നെ ഉയർന്നു കേട്ട പേരായിരുന്നു പി.സി. ജോർജിൻ്റേത്. കഴിഞ്ഞ മാസമാണ് പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ബി.ജെ.പിയിൽ ചേർന്നത്. എന്നാൽ അനിൽ ആന്റണിക്ക് പകരം തന്നെ സ്ഥാനാർത്ഥിയാക്കും എന്ന് തന്നെയായിരുന്നു പി.സി. ജോർജ് കരുതിയിരുന്നത്. എന്നാൽ എല്ലാം ഇപ്പോൾ പാളുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതിനെതിരെ പ്രതികരണവുമായി പി.സി. ജോർജ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ദൈവം സാക്ഷിയായി പറയുകയാണ്, ഞാൻ ഒരിക്കലും ആരോടും സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ബി.ജെ.പിയിൽ ചേർന്നത് ജനുവരി 31-നാണ്. പാർട്ടിയിൽ ചേർന്ന ഉടനെ സീറ്റ് വേണമെന്ന് പറയുന്നത് മര്യാദയല്ല. ഇങ്ങനെയാണ് പി.സി. ജോർജ് പ്രതികരിച്ചത്. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല അതൃപ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അത് നമുക്ക് ഈ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാം. അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് മാത്രമാണ് പി.സി. ജോർജിന് അറിയാത്തത്. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിനായി പ്രവർത്തിച്ച തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ദൈവം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട സീറ്റ് കിട്ടാത്തതിൽ നഷ്ടബോധമില്ല. നിന്നാൽ ജയിക്കുമെന്നായിരുന്നു 100% ഉറപ്പ്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ജയിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. പത്തനംതിട്ടയിൽ ബി.ജെ.പി നേതൃത്വം ഒരു അന്വേഷണം നടത്തിയപ്പോൾ 95% ആളുകളും സ്ഥാനാർത്ഥിയായി പി.സി. ജോർജിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. അനിൽ ആന്റണിക്ക് ആരുമായും യാതൊരുവിധ ബന്ധവുമില്ല. ആന്റണിയുടെ മകൻ എന്ന് പറഞ്ഞു തന്നെ മനസ്സിലാക്കണം. ആ ചെറുപ്പക്കാരൻ കോൺഗ്രസിന്റെ മീഡിയ പ്രവർത്തനവുമായി ഡൽഹിയിലായിരുന്നു. പിന്നീടാണ് ബി.ജെ.പിയിൽ ചേർന്നത്. കേരളത്തിൽ ബി.ജെ.പി പ്രവർത്തകരുടെ ഇടയിൽ പോലും പ്രശസ്തനായ ഒരാളല്ല അനിൽ ആന്റണി എന്നും പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടി. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും നടത്തിയ ഗൂഢാലോചനയിൽ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും പി.സി. ജോർജ് പറഞ്ഞു. തുഷാർ കോട്ടയത്ത് നിന്നാൽ ജയിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരായാലും ജയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി.